റിയാക്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പാർട്ട് 1 കണ്ട ശേഷം വേണം ഈ പാർട്ട് 2 കാണാൻ. ഞാൻ പാർട്ട് 1 മുകളിൽ എൻ്റെ ലിങ്ക് ഞാൻ ഷോ ചെയ്യാം. അപ്പോൾ അത് കണ്ടിട്ട് വേണം പാർട്ട് 2 വരാൻ. പാർട്ട് 2 നമ്മൾ ക്ലാസ് കമ്പോണൻറ്റും അതുപോലെ തന്നെ ഫങ്ഷണൽ കമ്പോണൻറ്റുമാണ് പഠിക്കുന്നത്. അപ്പം ചെറിയ എക്സാമ്പിൾ വഴി അത് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ഫങ്ഷണൽ കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതെങ്ങനെയാണ് അതിൻ്റെ കണ്ടൻറ്റ് ഡിസ്പ്ലേ ആക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് സെർവർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. npm സ്റ്റാർട്ട് എന്ന് പറയുക. ഇപ്പം ഡീഫോൾട്ട് കണ്ടൻറ്റാണ്. അപ്പോൾ നമ്മൾ ഈ കണ്ടൻറ്റ് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ കണ്ടൻറ്റ് ആയിരിക്കും ഇവിടെ ഡിസ്പ്ലേ ആക്കുക. ഇവിടെ നമ്മൾ app.js ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മുടെ കണ്ടൻറ്റ് മുഴുവൻ കണ്ട index.html അതായത് വെബ്സൈറ്റിൻ്റെ ഡീഫോൾട്ട് ഫസ്റ്റ് പേജിലോട്ട് വരുന്നത്. നമുക്കിതിനകത്ത് കണ്ടൻറ്റ് മൊത്തം നമുക്ക് റിമൂവ് ചെയ്യാം. ഇപ്പോൾ റിമൂവ് ചെയ്തതാണ്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ എറർ അടിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു h1 വരെ ഇടുന്നു. h1 അറിയാലോ, ഹെഡർ ടാഗാണ്. ഞാൻ ഹലോ എന്ന് വയ്ക്കുന്നു. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ബ്രൗസറിൽ. അപ്പോൾ അത് ഹലോ എന്നിവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ കണ്ടൻറ്റ് നമുക്കിവിടെ കൊടുത്താൽ അത് ബ്രൗസറിനകത്ത് വന്നോളൂ. സോ നമുക്കിവിടെ കണ്ടൻറ്റ് ആഡ് ചെയ്യാം. ഒരു കണ്ടൻറ്റ് കൂടെ കൊടുക്കാം. ഇവിടെ ഞാൻ റിയാക്റ്റ് എന്ന് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ എറർ വന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മളിവിടെ ഇതിനെ ഒന്നിലധികം അതായത് എലിമെൻറ്റ്സ് HTML എലിമെൻറ്റ്സ് ആഡ് ചെയ്താൽ ഇത് വർക്കാവില്ല. ഇവിടെ എറർ അടിക്കുക. അപ്പോൾ ഇതിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾക്ക് ഒന്നിലൊരു ഡിവ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. അതിനകത്ത് എൻക്ലോസ് ചെയ്യാം. കണ്ടല്ല, എറർ മാറി. ഇനി നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. രണ്ട് കണ്ടൻറ്റും വന്നിട്ടുണ്ട്. രണ്ട് എലമെൻ്റ് ആഡ് ചെയ്ത് രണ്ട് എലമെൻറ്റിന് വന്നിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പം ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡിവ് എക്സ്ട്രാ ആഡ് ചെയ്യും. കണ്ടല്ലോ, നമുക്കത് ഒഴിവാക്കാൻ വേണ്ടി ഉള്ളൊരു സംവിധാനമാണ് ഫ്രാഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ എംറ്റി ആയിട്ടുള്ള ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ് എംറ്റി ടാഗ് കൊടുത്താൽ അതിന് നമുക്ക് രണ്ട് ഗുണമുണ്ട്. ഒന്ന്, ഇതിങ്ങനെ ഗ്രൂപ്പ് ചെയ്യപ്പെടും. മറ്റൊന്ന്, ഇത് എക്സ്ട്രാ ഒരു ടാഗ് ആഡ് ചെയ്യത്തില്ല. സോ സെയിം റിസൾട്ടാണ്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഡിവ് ആഡ് ചെയ്ത് ഹോമിലോട്ട് എക്സ്ട്രാ ഡിവുകൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. കണ്ടല്ലോ, അപ്പോൾ ഫ്രാഗ്മെൻറ്റ്സ് എന്താണെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഒന്നിലധികം എലിമെൻറ്റ്സ് അല്ലെങ്കിൽ നമുക്ക് ഒന്നിലധികം ഫങ്ഷണൽ കമ്പോണൻറ്റ്സ് അല്ലെങ്കിൽ ക്ലാസ് കമ്പോണൻറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ അത് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എറർ സാധാരണയായിട്ട് വരാറുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം. ഒന്ന് ഡിവ് വെച്ച് അല്ലെങ്കിൽ ഈ ഫ്രാഗ്മെൻറ്റ്സ് ടാഗ് വെച്ചിട്ട്. അങ്ങനെ മാത്രമേ അത് വർക്കാവുള്ളൂ. ഇനി നമുക്കൊരു ചെറിയ ഫങ്ഷണൽ കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് ഈ src ഫോൾഡറിൽ നമുക്കൊരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമുക്ക് ടൈറ്റിൽ കേസ് എന്ന് ഒക്കെ പറയുന്നത് ഓരോ വേർഡിൻ്റെ ആദ്യത്തെ അക്ഷരം നമുക്കിനി ക്യാപിറ്റലൈസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ മൈ കമ്പോണൻ്റ് എന്നാണ് കൊടുക്കാൻ പോകുന്നത്. അത് നമ്മൾ മൈ എന്നുള്ളതൊരു വേർഡാണ്. അതുകൊണ്ട് നമ്മൾ ക്യാപിറ്റൽ സ്റ്റാർട്ട് ചെയ്ത് കമ്പോണൻ്റ് അടുത്ത വേർഡാണ്. അതിൻ്റെ സി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. സി നമ്മൾ ക്യാപിറ്റലിൽ കൊടുത്തു. ഇങ്ങനെയാണ് ടൈറ്റിൽ കേസ് കൊടുക്കേണ്ടത്. ഇതിനെ നമുക്ക് പാസ്കൽ കേസ് എന്നും പറയാം. ഇവിടെ മൈ കമ്പോണൻറ്റ് .js എന്നോ JSX എന്നോ കൊടുക്കാം. JSX എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ ഇവിടെ നമ്മൾ ആദ്യം ഇമ്പോർട്ട് കൊടുക്കണം. ഇമ്പോർട്ട് റിയാക്റ്റ് ഫ്രം റിയാക്റ്റ് എന്ന് പറയുക. ഇത് മാത്രം മതി. ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത് ഇത് അഡ്വാൻസ്ഡ് ആയിട്ട് വരുമ്പോൾ കമ്പോണൻറ്റ്സ് അഡ്വാൻസ് ആയിട്ടുള്ള ഫീച്ചർ ആഡ് ചെയ്യുമ്പോൾ മറ്റുള്ള ഇമ്പോർട്ടുകൾ വരും. ഇപ്പം നമുക്ക് ജസ്റ്റ് റിയാക്റ്റ് മാത്രം ഇമ്പോർട്ട് ചെയ്താൽ മതി. ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. ഈ ഫംഗ്ഷൻ്റെ പേര് എപ്പോഴും നമുക്ക് മൈ കമ്പോണൻറ്റ് തന്നെ ആയിരിക്കണം. ഇതിൻ്റെ സിൻടാക്സ് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരു റിട്ടേൺ പറയുക, ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിവിടെ ഒരു
ഫ്രാഗ്മെൻറ്റ് കൊടുക്കാം. സോ ഇനി നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും പ്രിൻ്റ് ചെയ്യണം വിചാരിക്കാം. ഇവിടെ ഞാൻ H1 എന്ന് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് മൈ കമ്പോണൻ്റ് എന്ന് കൊടുക്കാം. നമ്മുടെ കമ്പോണൻ്റ് ക്രിയേറ്റ് ചെയ്തു, അതിൽ നിന്നൊരു കണ്ടൻറ്റ് ആഡ് ചെയ്തെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ജസ്റ്റ് ഈ ഒരു H1 വെച്ചിട്ട് ഈ ഒരു മെസ്സേജ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് കമ്പോണൻ്റ് ഇപ്പോൾ ഇവിടെ സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇതിന് കണ്ടൻറ്റ് നമുക്ക് ഹോം പേജിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ app.js ആണ് ഹോം പേജിൽ കണ്ടൻറ്റ് കാണിക്കുന്ന ആൾ. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, നമുക്കത് ഇൻക്ലൂഡ് ചെയ്യണം. നിലവിൽ ഈ കണ്ടൻറ്റ് വെച്ചുകൊണ്ട് തന്നെ ഇൻക്ലൂഡ് ചെയ്യാം. നമ്മൾക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് ഈ ടാഗ് രീതിയിലാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. എൻ്റെ പേര് അതേപോലെ കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു എറർ വാർണിംഗ് വന്നിട്ടുണ്ട്. അത് കാരണം അത് ഇമ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. അത് നമ്മൾ ആദ്യം ഇമ്പോർട്ട് കൊടുക്കണം. ഇമ്പോർട്ട് മൈ കമ്പോണൻറ്റ് ഫ്രം ഫയൽ നെയിം പറയുക. ഇവിടെ ./മൈ കമ്പോണൻറ്റ് എന്ന് പറയുക. ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ട്. എക്സ്പോർട്ട് ഡീഫോൾട്ട് എന്നുള്ളത് പറഞ്ഞിട്ടില്ല. അതായത് നമ്മൾ ഓരോ മോഡ്യൂളും ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എൻഡിൽ അത് എക്സ്പോർട്ട് ചെയ്യണം. അതാണ് എറർ വന്നിരിക്കുന്നത്. എക്സ്പോർട്ട് ഡീഫോൾട്ട് മൈ കമ്പോണൻറ്റ് എന്നുകൊണ്ട് പറയുക. ഇപ്പോഴായിരിക്കും അത് പൂർണ്ണമായിട്ടും എക്സ്പോർട്ട് റെഡി ആയിരിക്കുന്നത്. ഇനി നമുക്ക് കാണാൻ ഇപ്പോൾ എററൊന്നുമില്ല. ഈ രീതിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. അതായത് നമ്മൾ ഫങ്ഷണൽ കമ്പോണൻറ്റിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒരു ടാഗ് എങ്ങനെ വയ്ക്കുന്നു അതുപോലെയാണ്. ഇനി നമുക്കൊന്ന് ബ്രൗസർ ചെക്ക് ചെയ്യാം എറർ മാറിയെന്ന്. ഇപ്പോൾ കണ്ടല്ലോ, എറർ മാറിയിട്ടുണ്ട്. നമ്മുടെ കമ്പോണൻറ്റിൽ നിന്നുള്ള കണ്ടൻറ്റ് ഇവിടെ ഹോം പേജിൽ തന്നെ വിസിബിളും ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ചെറിയ ചെറിയ കമ്പോണൻറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് പഠിക്കുക. ഫങ്ഷണൽ കമ്പോണൻറ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിനകത്ത് നമുക്കൊരു റിട്ടേൺ വെച്ചിട്ട് അതിനകത്ത് HTML കണ്ടൻറ്റ് ഇങ്ങനെ എഴുതി നമുക്ക് കൊടുക്കാം. മുമ്പത് സാധ്യമല്ലായിരുന്നു. അതിൻ്റെ കാരണം ഇപ്പോൾ ഈ ഫയലുകൾ ഈ ജാവാസ്ക്രിപ്റ്റിനകത്ത് നമുക്കിങ്ങനെ എഴുതാൻ, ഫങ്ഷണൽ കമ്പോണൻറ്റിനകത്ത് ഇങ്ങനെ എഴുതാൻ സാധിക്കുന്നതിൻ്റെ കാരണം ഇതിന് ബാബേൽ എന്ന് പറഞ്ഞൊരു ട്രാൻസ്പൈലർ എന്ന് പറയും. അതായത് ഒരു ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്ന് മറ്റൊരു ഹൈ ലെവൽ ലാംഗ്വേജിലോട്ട് മാറ്റുന്ന ട്രാൻസ്ലേഷനെയാണ് ട്രാൻസ്പൈലർ എന്ന് പറയുന്നത്. അതായത് നമുക്കത് ബാബേൽ ഈ ഒരു HTML മാറ്റി ജാവാസ്ക്രിപ്റ്റ് കോഡാക്കി മാറ്റിക്കോളും. സോ അതിനുപയോഗിക്കുന്ന ഒരു ട്രാൻസ്പൈലറാണ്. അതായത് ഹൈ ലെവൽ ലാംഗ്വേജ് ടു ഹൈ ലെവൽ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു ടൂളാണ് ബാബേൽ. അപ്പം ബാബേലിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് തുടർന്നുള്ള വീഡിയോയിൽ പറയാം. അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫങ്ഷണൽ കമ്പോണൻറ്റിൻ്റെ ഒരു സ്ട്രക്ചർ. നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ടത് റിയാക്റ്റ് എന്നുള്ള ലൈബ്രറി, അതിനുശേഷം ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇത് ജാവാസ്ക്രിപ്റ്റ് പഠിച്ചവർക്കറിയാം. അതിനുശേഷം നമ്മൾ മോഡ്യൂളാണ്, അതുകൊണ്ട് എക്സ്പോർട്ട് ഡീഫോൾട്ട് മോഡ്യൂളിൻ്റെ പേര്, അതായത് നമ്മുടെ ഈ ഫങ്ഷൻ്റെ പേര് എക്സ്പോർട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ app.js അത് ഫങ്ഷണൽ കമ്പോണ്ടിങ്ങിന് ടാഗ് എന്നുള്ള രീതിയിൽ തന്നെ അത് ആഡ് ചെയ്തു. ഇനി നമുക്ക് ഒരു ക്ലാസ് കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. SRC തന്നെയാണ്. ഇവിടെ ഞാൻ മൈ ക്ലാസ് കമ്പോണൻറ്റ് എന്ന് പറയുന്നു .js. ഇവിടെ നമ്മൾ ഇമ്പോർട്ട് പറയുക. റിയാക്റ്റ് ഫ്രം റിയാക്റ്റ് പറയുക. ഇവിടെ നമ്മൾ ഫംഗ്ഷൻ വരാൻ ക്ലാസ് ആണ് പറയുന്നത്. ക്ലാസ് മൈ ക്ലാസ് കമ്പോണൻറ്റ്. ഇവിടെ എക്സ്റ്റെൻസ് ഒന്ന് യൂസ് ചെയ്യണം. ഇവിടെ റിയാക്റ്റ് ഡോട്ട് കമ്പോണൻ്റ് എന്നുള്ള ആ ഒരു ക്ലാസ്സിനെയാണ് നമ്മളിവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ഒരു മൈ കമ്പോണൻറ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ ക്ലാസ് കമ്പോണൻറ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഇവിടെ ക്ലാസ് എന്നുള്ള കീവേഡാണ് പറയേണ്ടത്. ഇവിടെ നമ്മൾ ഫയലിൻ്റെ നെയിം തന്നെ മൈ ക്ലാസ് കമ്പോണൻറ്റ്. ഇവിടെ നമ്മൾ എക്സ്റ്റെൻസ് പറയണം. ജാവയിലൊക്കെ ഉപയോഗിച്ച കൂട്ടാണ് എക്സ്റ്റെൻസ്. റിയാക്ട് ഡോട്ട് കമ്പോണൻറ്റ് ആ ക്ലാസ്സാണ് നമ്മൾ ഇതിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. സോ നമ്മുടെ ബേസിക് സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഇനിയുള്ള വ്യത്യാസം കാണിക്കുക. ഇവിടെ നമ്മൾ റെൻഡർ എന്ന് പറഞ്ഞൊരു മെത്തേഡ് കോൾ ചെയ്യുന്നു.
ഇതാണ് എൻ്റെ സിൻറ്റാക്സ്. ഇവിടെ നമ്മൾ റിട്ടേൺ പറയണം. ഈ റിട്ടേൺ പറയുമ്പോൾ നമുക്ക് റിട്ടേണിനകത്ത് ഇവിടെ ഒരു ഫ്രാഗ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് എന്താണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ കണ്ടൻറ്റ് അങ്ങ് പറയാം. ഇവിടെ റിട്ടേൺ, ഇവിടെ ഞാൻ മൈ ക്ലാസ് കമ്പോണൻ്റ് എന്ന് പറയുന്നു. ഇവിടെ എക്സ്പോർട്ട് പറയുക. മറ്റ് ഫങ്ഷണൽ കമ്പോണൻറ്റ് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എക്സ്പോർട്ട് പറയേണ്ടത്. എക്സ്പോർട്ട് ഡിഫോൾട്ട് മൈ ക്ലാസ് കമ്പോണൻറ്റ്, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് app.jsൽ ഈ ക്ലാസ് കമ്പോണൻറ്റ് ഇൻക്ലൂഡ് ചെയ്യണം. അത് ഫങ്ഷൻ കമ്പോണൻറ്റ് ഇൻക്ലൂഡ് ചെയ്ത കൂട്ട് തന്നെയാണ്. ടാഗ് ഇട്ടിട്ട് മൈ ക്ലാസ് കമ്പോണൻറ്റ് ഇവിടെ വന്ന് കിടപ്പുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, ഇമ്പോർട്ട് തനിയെ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എററൊന്നുമില്ല. നമുക്കൊന്ന് ബ്രൗസറിൽ ചെക്ക് ചെയ്യാം. സോ മൈ ക്ലാസ് കമ്പോണൻറ്റ് എന്നുള്ള കണ്ടൻറ്റ് ഇവിടെ വിസിബിൾ ആയിട്ടുണ്ട്. നമ്മുടെ ഈ വീഡിയോയിൽ ക്ലാസ് കമ്പോണൻറ്റും അതുപോലെ തന്നെ ഫങ്ഷണൽ കമ്പോണൻറ്റിനെ പറ്റി ക്ലിയറായിട്ട് പഠിച്ചിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം.